ഹലോ, എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നൊരു ചെമ്മീൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ചെമ്മീൻ കറിക്കുള്ളതൊക്കെ കലക്കി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കറി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഞാൻ ചെമ്മീൻ ക്ലീൻ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞങ്ങളിവിടെ 1/2 കിലോ ചെമ്മീനാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം വലുപ്പമുണ്ട്. അപ്പോൾ അതിൻ്റെ മുകൾ ഭാഗത്തൊരു നാര് പോലെ ഉണ്ടാവും, അത് എടുത്ത് ഒഴിവാക്കുകയാണ്. പിന്നെ തലയും വെട്ടി ക്ലീൻ ചെയ്തെടുക്കുകയാണ്. ഇപ്പം ചെമ്മീനൊക്കെ ക്ലീൻ ആയിട്ടുണ്ട്. ഇനി ഞാനത് കറിയിലേക്ക് ഇടുകയാണ്. നന്നായിട്ട് തന്നെ കറി തിളച്ച് വറ്റി വരുന്നുണ്ട്. അപ്പം ഞാൻ അതിലേക്ക് ഫുള്ളായിട്ട് വറ്റിക്കുന്നില്ല, കുറച്ച് കറി പോലെയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഈ കറിയിലേക്ക് ഒരു ഉള്ളി, 2 തക്കാളി, 4 പച്ചമുളകൊക്കെ എരിവിനനുസരിച്ചിട്ട് ഓരോരുത്തർ എടുക്കുക. പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇടുന്നുണ്ട്. പിന്നെ മുളകിട്ട കറി ആയതുകൊണ്ട് തന്നെ ഒരു 4 സ്പൂണോളം ഇട്ടിട്ടുണ്ട്. എരിവുള്ള മുളകാണ്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും. കൂടുതൽ നേരം ചെമ്മീൻ ഇട്ട് കഴിഞ്ഞാൽ വേവിക്കേണ്ട ആവശ്യമില്ല, ഒരു 5 മിനിറ്റ് ഒക്കെ മതി. അപ്പം നന്നായിട്ട് തിളച്ചതിന് ശേഷം ഞാൻ കുറച്ച് കറിവേപ്പിലയും മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ അതും കൂടി ഇടുക. അപ്പോൾ അതാ കറിക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് വറവിടുകയാണ്. കടുക് ഇട്ടിട്ടല്ല വറവിടുന്നത്, ഉലുവയാണ് ഇടുന്നത്. ഇനി കുറച്ച് ചെറിയുള്ളി മുറിച്ചിട്ട് വറവിടുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ വറവിടാൻ തന്നെ കറി തിളച്ച് അപ്പം തന്നെ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ടും ചെയ്യുക. ഞാൻ ഇവിടെ വറവിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാ കറിയിലേക്ക് ഒഴിച്ച് കഴിഞ്ഞിട്ട് അപ്പം തന്നെ മൂടി വെക്കുകയാണ്. അങ്ങനെ ചെയ്യുമ്പം വറവിൻ്റെ ആ ഒരു മണമൊക്കെ കറിയിലേക്ക് ഇറങ്ങി നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഇനി എല്ലായിടത്തിലേക്കും ഒന്ന് ആക്കി കൊടുക്കുക. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെയുള്ള വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം.